ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറും ഇന്നലത്തെ ന്യൂസ് പേപ്പറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. കോൺഗ്രസ് പ്ലാൻ ഫോർ ഇക്വാലിറ്റി ഈസ് എ ഡേഞ്ചറസ് ഗെയിം മോഡി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. ഇന്നലെ ഭയങ്കര വിവാദമൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് സംഭവം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒരു ലീഡറുണ്ട്, സാം പിട്രോഡ എന്ന് പറയും. സാം പിട്രോഡ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. കാരണം ഇന്ത്യയിൽ ടെലികോം റവല്യൂഷൻ ഉണ്ടായത് രാജീവ് ഗാന്ധിയുടെ പീരീഡിലാണ്. ഇന്നത്തെ തിരുവനന്തപുരത്തെ BJPയുടെ കാൻഡിഡേറ്റായ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, BPL മൊബൈൽ. അപ്പം അത് അങ്ങനെ ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് നമ്മൾ അറിയാണ്ട് അതല്ല. രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് അറിയാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇന്റൽ പെന്റിയം പ്രോസസറിന്റെ ഡെവലപ്മെന്റ്. ഇന്റൽ പെന്റിയം പ്രോസസർ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ പ്രോസസർ പെന്റിയം പ്രോസസർ ആയിരുന്നു, ഇന്റലിന്റെ. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ ആ പെന്റിയം പ്രോസസർ ഡെവലപ്പ് ചെയ്തത്, പെന്റിയം പ്രോസസറിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വിനോദ് ദാം എന്ന് പറയുന്ന ഇന്ത്യക്കാരനാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും പെന്റിയം പ്രോസസറിന്റെ ഫാദർ. ഈ വിനോദ് ദാമിന്റെ ടീമിലുണ്ടായിരുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ BJPയുടെ കാൻഡിഡേറ്റ്. ഈ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്ത്യയിൽ ആദ്യം മൊബൈൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, BPL മൊബൈൽ. പേജറാണ് ആദ്യം ഇന്ത്യയിൽ വരുന്നത്. ഈ 1G ആയിരുന്നു. 1Gയിൽ കോൾ ചെയ്യാൻ പറ്റൂലായിരുന്നു. പിന്നെ 2G വരുമ്പോഴാണ് കോൾ ചെയ്യാൻ പറ്റുന്നത്. ഈ 1G എന്ന് പറയുന്ന സംഭവത്തിൽ പേജർ, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ പറ്റി. പേജർ തന്നെ BPL ആണ് ഇന്ത്യയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ ഈ യഥാർത്ഥത്തിൽ ടെലികോമിന്റെ റെവല്യൂഷൻ ഈ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രാജീവ് ഗാന്ധിയുടെ പീരീഡിലാണ്. അതിന് ശേഷമാണ് ഈ മൊബൈലൊക്കെ വരുന്നത്. അപ്പൊ ഈ രാജീവ് ഗാന്ധി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടെലികോം റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടാറുണ്ട്. അദ്ദേഹത്തിന് വേണ്ട ഇൻപുട്ടുകളൊക്കെ കൊടുത്ത ആള് അദ്ദേഹത്തിന്റെ സുഹൃത്തും വലിയൊരു ടെക്നോക്രാറ്റൊക്കെ ആയിരുന്ന സാം പിട്രോഡയാണ്. ഈ സാം പിട്രോഡ ഇപ്പൊ കോൺഗ്രസിന്റെ ലീഡർ കൂടെയാണ്. രാജീവ് ഗാന്ധിയുടെ മരണത്തിനൊക്കെ ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ ലീഡറായിട്ട് മാറി. അതുവരെ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ്, ഒരു എഞ്ചിനീയർ ഒക്കെ മാത്രമായിരുന്നു. ഈ സാം പിട്രോഡ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് അമേരിക്കയിലെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച്, അത് ഇന്ത്യയിലും കൊണ്ടുവരുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കണം. അത് ഭയങ്കര വിവാദമായി. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയും, അമേരിക്കയിൽ കൊണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞുകൂടാ, US എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നുള്ള കാര്യം. ഇൻഹെറിറ്റൻസ് ടാക്സിൽ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തി ജീവിതകാലത്ത് ഒരുപാട് സമ്പാദിച്ചാൽ അദ്ദേഹം മരിക്കുന്ന സമയമാകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 45% ഗവൺമെന്റ് എടുക്കും. ബാക്കി 55% അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുക്കുക. അതായത് ഇപ്പം ഞാനിപ്പോൾ കുറെ സമ്പാദിച്ചാൽ ഇപ്പം ഇന്ത്യയിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 10 കോടി രൂപ ഉണ്ടെങ്കിൽ എൻ്റെ 5.5 കോടി രൂപ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും. ബാക്കി 4.5 കോടി രൂപ ഗവൺമെന്റിന് കൊടുക്കണം എന്നുള്ളതാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. അപ്പൊ അത് ഇന്നലെ ഭയങ്കര വിവാദമായി. ഇന്നലെ BJP ലീഡേഴ്സ് എല്ലാവരും ഇന്ത്യക്കാരായ ആൾക്കാരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള കോൺഗ്രസിന്റെ ആ ഒരു പദ്ധതിയാണ് ഇതുവഴി വെളിവായെന്ന് പറഞ്ഞ കാര്യം. രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങളൊക്കെ വന്നു. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. അത് പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൽ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് EVMs control units do not recognize parties or names, SC. അത് സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നല്ല. അതായത് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് മാറ്റി ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരണമെന്ന് നമ്മളുടെ സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ മറ്റൊരു കേസ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ VVPAT എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്ന വോട്ടിന്റെ പ്രിന്റ് ഔട്ട് ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ. ഈ മെഷീനിലെ പ്രിന്റ് ഔട്ടും ഈ പറഞ്ഞ വോട്ട് EVMലെ വോട്ട്സ് തമ്മിൽ മൊത്തത്തിൽ 100%, ഇപ്പോഴും അത് വെരിഫൈ ചെയ്യുന്നുണ്ട് 5%, 100% വെരിഫൈ ചെയ്യണമെന്നൊരു ഒരു കേസും സുപ്രീം കോടതി. ഇപ്പൊ ഈ രണ്ട് കേസിന്റെയും വിധി ഉടനെ സുപ്രീം കോടതി പറയും. പക്ഷെ സുപ്രീം കോടതി പറയാൻ പോകുന്ന വിധി ഇതിന്റെ ആവശ്യമില്ലെന്നായിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ ചില ഇന്നലത്തെ ഇൻപുട്ടുകളുടെയൊക്കെ ബേസിൽ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ അതാ സൂചിപ്പിക്കുന്നത്. അതായത് ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും പറയുന്നത് നമ്മളുടെ EVMസിൽ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സേഴ്സിന് ഒരു രീതിയിലും ടാമ്പർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് ഒറിജിനൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ മാനുഫാക്ചർ മാത്രം ഒരു തവണ മാത്രമേ അതിൽ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് റീറൈറ്റബിൾ അല്ല എന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു മാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ മാനുഫാക്ചർ ചെയ്ത ആളിന് പോലും ഇത് ഏത് കാൻഡിഡേറ്റിനാണ് ഏത് എംബ്ലം കിട്ടാൻ പോണത്, അല്ലെങ്കിൽ ഏത് സിമ്പല് കിട്ടാൻ പോണത്. ഇപ്പം BJPക്ക് കോൺഗ്രസിന്റെ ഇതിന്റെയൊക്കെ സിമ്പല് ഏത് പിന്നീട് ഏത് നമ്പർ അതൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല. ഞാനതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. എന്തായാലും സുപ്രീം കോടതി വിധിക്കാൻ പോകുന്ന മിക്കവാറും എങ്ങനെയായിരിക്കും, വിധി അവർ പറയാൻ മാറ്റി വെച്ചേക്കാണ്. അതിന്റെ ആവശ്യമില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഫുൾ പ്രൂഫ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നതായിട്ടുള്ള ആധികാരിക രേഖകളും ഇല്ല എന്നൊരു സ്റ്റാൻഡാണ് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞത്. വിധി ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, അവർ പരാമർശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് RBI tells Kotak Bank not to onboard new customers online. ഇത് ഏതാണ്ട് നമ്മളുടെ പേടിഎമ്മിന് സംഭവിച്ചതുപോലെയാണ്. പേടിഎം ഈ ഇടയ്ക്ക് വെച്ച് പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതേപോലെയാണ് നമ്മളെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ആഫ്റ്റർ
HDFC ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് ആക്സിസ് ബാങ്ക്. ഈ കോട്ടക് മഹീന്ദ്ര ബാങ്ക് അവരോട് ഇനി തൊട്ട് ഓൺലൈനായിട്ട് കസ്റ്റമേഴ്സിന്, അതുപോലെ മൊബൈൽ ബാങ്കിങ് ചാനൽസ് വഴി നിന്നും കസ്റ്റമേഴ്സിനൊന്നും എടുക്കാൻ പാടില്ല. അതുപോലെ ഫ്രഷ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സുകളും ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഇതിൽ RBI പറഞ്ഞു. അതിന്റെ കാര്യം RBI ഒരു ഓഡിറ്റിംഗ് നടത്തി. ഇടയ്ക്കിടയ്ക്ക് RBI സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടത്താറുണ്ട് എല്ലാ ബാങ്കുകളിലും. അപ്പൊ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ അവരുടെ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചില ലാപ്സസ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിനോട് ഇനി തൊട്ട് സ്ഥിരമായിട്ടല്ല, കുറച്ചു കാലത്തേക്കായിരിക്കും, ഓൺലൈൻ വഴി അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് വഴി കസ്റ്റമേഴ്സിന് ഇൻടേക്ക് നടത്താനോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് ഫ്രണ്ട് പേജിൽ ഉള്ള ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അകത്തെ പേജിൽ പോകുമ്പോൾ ഇവിടെ ഒരു കൂടുതലും പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഇവിടെ ഒരു കാര്യം, SC സ്റ്റേറ്റ്സ് കൺസ്ട്രക്ഷൻ ഓഫ് 4 ഡാംസ് ഇൻ കലേശ്വർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊരു ന്യൂസ് ഉണ്ട്. ഇത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരാണ്, അതുകൊണ്ട് അത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. കലേശ്വർ KLESAR വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് വെച്ചാൽ ഹരിയാനയിലാണ്. അത് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അവിടത്തായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. അവിടെ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ അവർ തടഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇല്ല, ഈ ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമില്ല, അത് മാത്രമേ അവിടെ പറയാനുള്ളൂ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അതും ഫുള്ളി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽസ് ആണ്. അപ്പൊ എഡിറ്റോറിയൽസ് എല്ലാ ദിവസവും മസ്റ്റ് ആയിട്ട്, അത് പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണെങ്കിലും മസ്റ്റ് ആയിട്ട് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വായിക്കുക. സൂററ്റ് സിംറ്റംസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ സൂററ്റ് സിംറ്റംസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് എണ്ണുന്നതിന് മുമ്പേ BJP ഒരു സീറ്റ് വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ അരുണാചൽ പ്രദേശിൽ നിയമസഭാ ഇലക്ഷൻ ഇപ്പൊ നടക്കുകയാണ്. അരുണാചൽ പ്രദേശിലും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും പിന്നെ സിക്കിമിലുമാണെന്ന് തോന്നുന്നത് പിന്നെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ അരുണാചൽ പ്രദേശിൽ ഏതാണ്ട് 10ലധികം സീറ്റുകൾ അൺഓപ്പോസ്ഡ് ആയിട്ട് BJP ഇപ്പൊ തന്നെ വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ ലോക്സഭാ ഇലക്ഷനിൽ സൂററ്റ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി BJP ഇപ്പോഴേ വിജയിച്ചു കഴിയാൻ കാരണം BJPയുടെ എതിർ പാർട്ടിയായ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് പിന്നെ പിന്താങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇവര് പിന്നീട് അവരുടെ സിഗ്നേച്ചർ ഫോർജറി നടത്തിയതാണ് എന്ന് പറഞ്ഞ് ഒരു അലിഗേഷൻ ഒപ്പോസിഷൻ ഉന്നയിക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ആ സിഗ്നേച്ചർ ഫോർജറി നടത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാൻഡിഡേച്ചർ ഡിസ്ക്വാളിഫൈ ആയിപ്പോയി. അപ്പം അതിനോടൊപ്പം തന്നെ മറ്റു ഒപ്പോസിഷൻ പാർട്ടികളെല്ലാം തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ചെയ്തു. BSP ഒക്കെ പോലുള്ള പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആരും ഇല്ലാതായി മത്സരിക്കാൻ. ആകെ BJPയുടെ കാൻഡിഡേറ്റ് മാത്രമായി BJP ജയിച്ചു. അപ്പം ലോക്സഭാ ഇലക്ഷനിൽ ഇപ്പൊ ഒരു സീറ്റ് BJPക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് BJPയുടെ ഒരു മോശം പൊളിറ്റിക്സ് ആണ് എന്നാണ് ഈ ഇതിൽ എഡിറ്റോറിയലില് ഹിന്ദു പറയുന്നത്. അതായത് ഈ കോൺഗ്രസ് മുക്ത് ഭാരത്, ഒപ്പോസിഷൻ മുക്ത് ഭാരത് ഇതൊക്കെയാണ് BJPയുടെ സ്വപ്നം. ഒരു കോൺഗ്രസ് മുക്ത ഭാരതാണെന്ന് അവരെപ്പോഴും പറയാറുണ്ട്. അപ്പൊ പക്ഷെ അത് ഇലക്ഷനിൽ മത്സരിച്ച് ഒരു ഒപ്പോസിഷനെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ഒപ്പോസിഷനെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഇത് ഇലക്ഷനിൽ മത്സരം പോലും ഇല്ലാതെ ചില മാർഗങ്ങൾ ഉപയോഗിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന കാര്യം. ഇതിപ്പോ ഇലക്ഷൻ നടന്നാലും അവിടെ BJP ജയിക്കുകയുള്ളൂ. അതായത് സൂററ്റ് എന്ന് പറയുന്ന സംഭവം 1989 ശേഷം ഇന്ന് വരെ ഏതാണ്ട് 35 വർഷമായിട്ട് അവിടെ BJP ജയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം തന്നെ, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം തന്നെ ലാക്സ് ആണ്. അപ്പൊ ഇപ്രാവശ്യം ഇലക്ഷൻ നടന്നാലും എന്തായാലും അവർ ജയിക്കുള്ളൂ. അപ്പം അത്തരത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു മണ്ഡലത്തിൽ പോലും അവരൊരു ഒപ്പോസിഷനെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ അവര് ഈ ഇത്തരത്തിലുള്ള മാർഗങ്ങളിൽ കൂടെ വിജയിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് BJPയുടെ വളരെ വളരെ മോശം പൊളിറ്റിക്സ് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം അതല്ലാതെ ഇതിന്റെ അകത്ത് ഇപ്പൊ ഇത്രയും വലിയൊരു 2 വലിയ പാരഗ്രാഫ് ഒക്കെ ഉണ്ടെങ്കിലും കാര്യം ഇത്രയേ ഉള്ളൂ. ബാക്കി കുറച്ച് മറ്റു കാര്യങ്ങൾ അവർ പറഞ്ഞേക്കുന്നേ ഉള്ളൂ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്തെ ഹോട്ട് ബട്ടൺ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഹോട്ട് ബട്ടൺ എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാല്, നമ്മളുടെ ഇപ്പൊ നാളെ നടക്കാൻ പോകുന്നത് നമ്മളുടെ ഇലക്ഷന്റെ സെക്കൻഡ് ഫേസ് ആണ്. നമ്മള് മലയാളികളെല്ലാം ഉൾപ്പെടെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നത്. മൊത്തം 7 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ വിചാരിച്ച രീതിയിൽ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായില്ല. ഫസ്റ്റ് ഫേസിൽ വളരെ കുറവായിരുന്നു പല സ്റ്റേറ്റുകളിലെയും വോട്ടേഴ്സിന്റെ റെസ്പോൺസ് വോട്ട് ചെയ്യാൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണമായിട്ട് പൊതുവെ കരുതപ്പെടുന്നത് വളരെ വലിയ ചൂടാണ്. വളരെ വലിയ ചൂടായതുകൊണ്ട് തന്നെ ഹീറ്റ് വേവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്, അതായത് ഉഷ്ണ തരംഗമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് IMD ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ പ്രഡിക്ഷൻസും ഉണ്ട്.
പക്ഷെ അതിനനുസരിച്ച് നമ്മളുടെ വോട്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ പല വോട്ടേഴ്സും ഇൻഡോറിൽ ഇരിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത് പല ഒപ്പീനിയൻ പോൾസ് ഒരു കാരണമായിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൽ ഭരണം മാറാൻ സാധ്യതയില്ല. ഇത് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞത്. അതിന്റെ കാരണം കേന്ദ്രത്തിൽ ഭരണം മാറാൻ സാധ്യതയില്ല, തമിഴ്നാട്ടിലും ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പോയി തന്നെ വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു സൈക്കോളജിക്കൽ ഫാക്ടറും അവിടെ പ്ലേ ഔട്ട് ആയിട്ടുണ്ടെന്നാണ് ഈ എക്സ്പേർട്ടുകൾ പറയുന്നത്. പക്ഷെ ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ എന്തായാലും ഈ മാസങ്ങളിൽ, യഥാർത്ഥത്തിൽ ഒന്നാമത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇലക്ഷൻ നടത്താതിരിക്കുക. ഇനി ഇലക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തില് ഇതില് നല്ല വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ, ഇപ്പൊ അതായത് നമ്മളുടെ ഈ IMDയുടെ പ്രഡിക്ഷൻ അനുസരിച്ച് ഹീറ്റ് വേവ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ആവറേജ് ഒരു കഴിഞ്ഞ കുറെ വർഷത്തെ ടെമ്പറേച്ചർ എടുത്ത് പരിശോധിച്ചിട്ട് അതിനേക്കാളും ഇത്ര ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അവിടെ ഹീറ്റ് വേവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹീറ്റ് വേവ് ഒന്നും ഇല്ലെങ്കിൽ പോലും പലയിടത്തും ഇപ്പൊ ഈ നമ്മുടെ സ്കൂളുകളിലൊക്കെ വെച്ചാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പൂറായിട്ടുള്ള കൺസ്ട്രക്ഷൻ കൊണ്ട് അവിടെ ചൂട് കൂടാൻ സാധ്യതയുണ്ട് ആ ഏരിയയിൽ. അപ്പൊ അത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവുകയും ചിലപ്പോൾ വേണമെങ്കിൽ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവർ പറയുന്നത് വെച്ചാല് വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസസിൽ ഇലക്ഷൻ നടത്തുക. രണ്ടാമതായിട്ട് ഈ ചൂടിന്റെ ഇപ്പം വോട്ടേഴ്സിന് ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ടി വരും. ആ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ചൂട് ഉണ്ടാവാതിരിക്കാനുള്ള ടെന്റുകളും മറ്റും ഇറക്ട് ചെയ്യുക. പിന്നീട് മൂന്നാമതായിട്ട് വെള്ളം അഡിക്വേറ്റ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കാനുള്ള സംവിധാനം, ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുക. അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിതരണം ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധവും സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക. അത്തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇലക്ഷൻ കമ്മീഷൻ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, നമ്മളുടെ സ്റ്റേറ്റുകളിലെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും മറ്റ് അപ്പാരറ്റേഴ്സുകൾ, മറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഇവരെല്ലാം കൂടെ വെൽ കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ വോട്ടർ ടേൺ ഔട്ടൊക്കെ ഈ സമയത്ത് കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ, ഹോട്ട് ബട്ടൺ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അപ്പൊ ഈ രണ്ട് എഡിറ്റോറിയൽസ് മസ്റ്റ് ആയിട്ട് വായിക്കണം. പിന്നെ ഇന്ത്യൻ സീഫെയറർ ഡിസർവ്സ് ബെറ്റർ ആൻഡ് ചോപ്പി ഹൈസീസ്. ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഇന്ത്യയില് ഇപ്പം ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് പലപ്പോഴും അപകടം ഉണ്ടാവുന്ന കടലിൽ. അപകടം ഉണ്ടാവാൻ കാരണം വേറെ ഒന്നുമല്ല. ഈ ആർട്ടിക്കിൾ ഇത് വായിക്കാൻ താല്പര്യമായിട്ട് വായിച്ചാൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ഇതിൽ ഒന്ന് രണ്ട് അബ്രിവിയേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കാം. IMO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, UN ഒരു ഓർഗനൈസേഷനാണ്. ഈ പിന്നീട് CEO ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് IMO, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. അവരുടെ കുറെ അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതിന് പലപ്പോഴും ഇപ്പൊ ഈ റെഡ് സീയിലൊക്കെ ഹൂതീസിന്റെ ഒക്കെ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷിയ മുസ്ലിം മിലിഷ്യ ഓർഗനൈസേഷനാണ് ഹൂതീസ്. അവരുടെയൊക്കെ അറ്റാക്ക് ഒക്കെ ഉണ്ടാകും. പലപ്പോഴും ഇന്ത്യക്കാരുടെ ഷിപ്പ് അല്ലെങ്കിൽ പോലും വേറെ രാജ്യക്കാരുടെ ഷിപ്പിൽ പോലും ജോലിക്കാരായിട്ട് പലപ്പോഴും ഇന്ത്യക്കാരുണ്ട്. അപ്പൊ ഇന്ത്യക്കാർക്കാണ് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കുറെ ഇഷ്യൂസിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ലോകത്തിലെ മൊത്തം സീഫെയറേഴ്സിന്റെ 9.35%, അതായത് 10% ഇന്ത്യക്കാരാണ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സീഫെയറേഴ്സ് ഉള്ള രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യക്കാർ. അപ്പൊ അവരുടെ സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. പിന്നെ ഇത് അറബ് പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. അതിനടുത്ത പേജ് റിയാലിറ്റി ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. ഈ സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലീൻ ഇന്ത്യ ക്യാമ്പയിൻ എന്ന പേരിൽ 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് സ്വച്ഛ് ഭാരത് മിഷൻ. ആ സ്വച്ഛ് ഭാരത് മിഷൻ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഈ പറഞ്ഞ ഈ ഒരു ആർട്ടിക്കിൾ. സ്വച്ഛ് ഭാരത് മിഷൻ 1 കഴിഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷൻ 1ന്റെ എയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ ആൾക്കാർക്കും ടോയ്ലറ്റുകൾ ആക്സസിബിൾ ആകണം എന്നുള്ളതായിരുന്നു. അതായത് ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയിട്ട് മാറ്റുക, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം എന്ന് പറയുന്ന സംഗതിയെ ഇന്ത്യയിൽ ഇല്ലാതാക്കുക. അങ്ങനെ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് സ്വച്ഛ് ഭാരത് മിഷൻ 1ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന സംഗതിയും ഇല്ലാതാക്കുക. മാനുവൽ സ്കാവെഞ്ചിങ് മീൻസ് തോട്ടിപ്പണി. മാനുവൽ സ്കാവെഞ്ചിങ് തോട്ടിപ്പണി, അതായത് ഈ ടോയ്ലറ്റുകളും എല്ലാം മാനുവലി വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പം ഈ മാനുവൽ സ്കാവെഞ്ചിങ് ഇല്ലാതാക്കുക. ഈ 2 ലക്ഷ്യങ്ങളായിരുന്നു സ്വച്ഛ് ഭാരത് മിഷൻ 1ന്റെ. ഫസ്റ്റ് ലക്ഷ്യം എന്താണ്? ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കുക, അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ടോയ്ലറ്റുകൾ ആക്സസിബിൾ ആക്കുക. രണ്ടാമത്തത് മാനുവൽ സ്കാവെഞ്ചിങ് ഫ്രീ ആക്കുക.
ഇനി സ്വച്ഛ് ഭാരത് മിഷൻ 2 തുടങ്ങുന്നത് എനിക്കൊന്ന് 2021 സ്വച്ഛ് ഭാരത് മിഷൻ 2. ഷോർട്ട് ഫോമിൽ SBM2 എന്ന് പറയാം. സ്വച്ഛ് ഭാരത് മിഷൻ 2 ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ റൂറൽ ഏരിയാസും എല്ലാം പിന്നീട് എന്താണ് ഗാർബേജ് ഫ്രീ ആക്കുക എന്നാണ്. ഗാർബേജ് ഫ്രീ ആക്കുക എന്ന് വെച്ചാൽ നമ്മളെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റും എല്ലാം പക്കയാക്കി ഗാർബേജ് ഫ്രീ ആക്കുക എന്നാണ്. പക്ഷേ ഈ രണ്ട് കാര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും അത് സക്സസ്ഫുൾ അല്ല എന്നുള്ള രീതിയിലാണ് ഈ ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളത് വായിച്ചു നോക്കുക. ഓക്കെ, സ്വച്ഛ് ഭാരത് 1-ന്റെയും 2-ന്റെയും എയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ടെൻഷൻസ് ഗ്രോ ഇൻ വെസ്റ്റ് ഏഷ്യ, എ ഹെവിലി മിലിറ്ററൈസ്ഡ് റീജിയൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഇതില് ഈ ആർട്ടിക്കിളിൽ മെയിൻലി വെസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളും അവരുടെ GDPയുടെ ഒരു വലിയ പോർഷൻ അവര് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇപ്പൊ ഇറാൻ, ഇസ്രായേൽ, അല്ലെങ്കിൽ സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ ഒമാൻ, ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ GDPയുടെ 5 to 10% വരെ 5 to 10% എന്തിനാണ് ചെലവാക്കുന്നത് വെച്ചാൽ എന്തിനാണ് നമ്മളുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടി. അതിന്റെ കാരണം വേറൊന്നുമല്ല, ആ ഒരു ഏരിയ ഇന്ത്യയിലെ വേൾഡിലെ ഏറ്റവും എന്താ പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സിറിയ അതുപോലുള്ള രാജ്യങ്ങളെല്ലാം വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ വരുന്നത്, അവിടെ എല്ലാം ഭയങ്കര വിഷയമാണ്. അപ്പം ആ പ്രദേശം പ്രത്യേകിച്ച് ഇപ്പം തന്നെ നമുക്കറിയാം ഹമാസും ഇസ്രായേൽ തമ്മിലുള്ള വിഷയങ്ങൾ, ഇറാനും ഇസ്രായേൽ തമ്മിലുള്ള വിഷയങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങളിലെ മിലിറ്ററി സ്പെൻഡിങ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളാണ്. ഇനി ഈ ഇടയ്ക്ക് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിപ്രി എന്ന ഷോർട്ട് ഫോമിൽ പറയും. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവരുടെ സ്റ്റഡി അനുസരിച്ച് ലോകത്തില് മിലിറ്ററി ലെവലിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റിന്റെ ഒരു പോർഷനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഡിഫൻസ് സ്പെൻഡിങ് ഉള്ള 4 രാജ്യങ്ങൾ, ഫസ്റ്റ് 4 രാജ്യങ്ങൾ US, ചൈന, റഷ്യ, ഇന്ത്യയാണ്. US, ചൈന, റഷ്യ, ഇന്ത്യ, ഈ 4 രാജ്യങ്ങളാണ് ബഡ്ജറ്റില് ഡിഫൻസ്. 1-ാം സ്ഥാനത്ത് US, 2-ാം സ്ഥാനത്ത് ചൈന, 3-ാം സ്ഥാനത്ത് റഷ്യ, 4-ാം സ്ഥാനത്ത് ഇന്ത്യ. ഈ 4 രാജ്യങ്ങളാണ് ഡിഫൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ മാറ്റിയിരിക്കുന്നതാണ് സിപ്രി, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്നിപ്പോ ഒരു നമ്മളുടെ ബിജുനാർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലില് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ അകത്ത് കാണും. അത് താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. അപ്പൊ അതിന്റെ കുറെ കൂടെ ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഓൺ ദ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാല് അത് ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കുക. NCAP എന്താണ്? നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്നുള്ളതാണ് NCAPയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. രണ്ടാമതായിട്ട് ഈ NCAPയുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ഈ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ മലീമസമാക്കുന്ന, എയറിനെ മലീമസമാക്കുന്ന PM ആണ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. ഈ പാർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ അളവ് നമ്മളുടെ നഗരങ്ങളിലുള്ള എയറിൽ 2024 കൂടി 2017 ലെവലിനെ അപേക്ഷിച്ച് 20 to 30% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പക്ഷെ അതിന് പഠിക്കേണ്ട കാര്യം 2026 40% കുറയ്ക്കുക എന്നുള്ളതാണ് പുതിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് 2017 അപേക്ഷിച്ച് 2017 is the reference year or base year. As compared to 2017, by 2026, Government of India wants to reduce the portion of അല്ലെങ്കിൽ ഒരു proportion of particulate matter in the air by 40%. 40% കുറയ്ക്കുക by 2026. അതാണ് NCAP നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന കാര്യം. അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ 60% മാത്രമേ ഇതൊരുക്കായിട്ട് ഇന്ത്യയിലെ സിറ്റികൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ചില സിറ്റികൾ 0 സ്പെൻഡ് ചെയ്തിട്ടുള്ളവരുണ്ട്. ബാംഗ്ലൂരും വിശാഖപട്ടണവും ഒക്കെ 0 ആണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ബാക്കി പല സിറ്റികളുടെ ആവറേജ് എടുക്കുകയാണെങ്കിൽ വെറും 60% സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് സിറ്റികളുടെ മാത്രം കുഴപ്പമല്ല, റെഡ് ടേപ്പിസം, അഡ്മിനിസ്ട്രേറ്റീവ് കുരുക്കുകളെ കൊണ്ട് ഫണ്ട് കറക്റ്റായിട്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. അപ്പൊ അത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ
ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരുണ്ട്. ആ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണെന്ന് പഠിച്ചു വെച്ചേക്കണം. പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പോബിത്തോറ POBITORA. പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാമിലാണ്. പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ കാസിരംഗ നാഷണൽ പാർക്ക്, അത് നിങ്ങൾക്ക് അറിയാം, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാസിരംഗ നാഷണൽ പാർക്ക് അതും ആസാമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ഇത് 1 ഹോൺ റൈനോസിന്റെ ഹാബിറ്റാറ്റ് ആണ്. 1 ഹോൺ റൈനോസിന്റെ. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇത് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ വേണ്ട, ഈ പേജൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ പ്രോഫിറ്റിനെ കുറിച്ചൊക്കെയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനിയാണ്. ഇതാണ് അവരുടെ എംബ്ലം. ഇത് കണ്ടിട്ടില്ലാത്ത ആരും കാണത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ലക്സ് സോപ്പ്, പിയേഴ്സ് സോപ്പ്, ഡൗ, അതിന്റെ എല്ലാത്തിന്റെ ബാക്കിൽ എംബ്ലം കാണാം. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി. ആൻഡ് ഇൻ ദ സെക്കൻഡ് പൊസിഷൻ ഈസ് ITC. ഫസ്റ്റ് പൊസിഷൻ HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അപ്പൊ FMCGയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുക, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ള RBI tells ARCs to maintain ₹300 crore in net on fund by financial year 26. ARCs എന്താണെന്ന് പഠിച്ചു വെച്ചാൽ, ARCs എന്ന് പറഞ്ഞാൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. ARCs എന്താണ്? അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. ARCs അല്ലെങ്കിൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്താണെന്ന് ചോദിച്ചാൽ, ബാങ്കുകളുടെ കിട്ടാക്കട ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ്, NPA എന്ന് പറയുന്നത്. ഈ NPA നോൺ പെർഫോമിംഗ് അസറ്റ് ബൈ ചെയ്തിട്ട്, ബാങ്കുകളിൽ നിന്ന് ബൈ ചെയ്തിട്ട് അതിന് പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് മാറ്റുന്ന കമ്പനികളാണ് ARCs, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് വന്നത്, NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അപ്പൊ ബാങ്കുകളുടെ NPA വിൽക്കുന്നത് ആർക്കാണ്? ARCsന് വിൽക്കും. ഈ ARCs അതിന് കുറച്ച് അവർക്ക് ലാഭകരമായിട്ടുള്ള രീതിയിൽ അതിനെ റിക്കവർ ചെയ്തെടുക്കുക. അതാണ് അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ARCsനെയും റെഗുലേറ്റ് ചെയ്യുന്നത്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന RBI, അതും പഠിച്ചു വെച്ചേക്കണം. പിന്നെ വേറൊരു ഇവിടെ പഠിക്കാനുള്ള വേറൊരു ന്യൂസ് എന്ന് പറയുന്നത്, RBI ഡെപ്യൂട്ടി ഗവർണർ രവിശങ്കർ ഗെറ്റ്സ് 1 year എക്സ്റ്റൻഷൻ. RBIക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. അതിലൊരു ഡെപ്യൂട്ടി ഗവർണറാണ് രവിശങ്കർ. ഈ രവിശങ്കറിന്റെ ടൈം ഇപ്പൊ തീരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പോൾ ഇനിയും നമ്മൾ അദ്ദേഹത്തിന്റെ പേര് 1 വർഷം കൂടെ പഠിക്കണം, RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ. പിന്നെ ആക്സിസ് ബാങ്ക്, ഇന്ത്യയിലെ 3rd ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് 2 അബ്രിവിയേഷൻസ് പഠിക്കുക. REIT, InvIT, ഇത് രണ്ടിന്റെ എക്സ്പാൻഷൻ പഠിക്കുക. REIT എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, അതാണ് REIT. എക്സ്പാൻഷൻ പഠിക്കുക. ഇനി InvITന്റെ എക്സ്പാൻഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, അങ്ങനെയാണ് തോന്നുന്നത്. അത് തന്നെ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. InvIT ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, REIT റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. സംഭവം ഇത് രണ്ടും എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ പുതിയൊരു സംഭവമാണ് ഈ REIT, InvIT ഒക്കെ. ഇപ്പൊ നമുക്കിപ്പം ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനി, ഇപ്പം ബംഗളൂരുവിലൊക്കെ പോയ എംബസി എന്നൊക്കെ പറഞ്ഞ കമ്പനി ഉണ്ട്, അവരെയൊക്കെ REIT ഉണ്ട്. എംബസി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, എംബസി ഗ്രൂപ്പ് ഇറങ്ങുന്ന ഒരു REITയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അർത്ഥം അത് ഈ മ്യൂച്വൽ ഫണ്ട് പോലെയായിരുന്നു. നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് വെച്ച് ഒരു വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അത് കമ്പനിയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് കരുതിക്കും. അതിൽ നിന്ന് അവർക്ക് ക്രോഡ്സ് ഓഫ് റുപ്പീസ് അവർക്ക് വാടക കിട്ടുന്നു. ആ പൈസ നമുക്ക് കൂടെ അവർ വീതിച്ച് തരും. അപ്പോൾ അതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് നമ്മൾ ഫ്ലാറ്റ് ഒന്നും മേടിച്ചിട്ടുണ്ട്, പകരം ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷെയർ പോലുള്ള ഒരു ഓപ്ഷനാണ്, പുതിയൊരു പരിപാടിയാണ്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ പല സംഭവങ്ങളിലും ഈ REIT പോലെ തന്നെയാണ് InvIT. മറ്റേത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള വ്യത്യാസമുള്ളൂ. InvIT ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട RBIയുടെ ചില റൂൾസിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നത്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നേപ്പാളിന്റെ പ്രസിഡന്റ് ഖത്തറിന്റെ എമിറുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് ഒക്കെ ഉണ്ട്. നേപ്പാളിന്റെ പ്രസിഡന്റ് ആയിരുന്നു പഠിച്ചു വെച്ചുക, രാംചന്ദ്ര പൗഡൽ ആണ്. രാംചന്ദ്ര പൗഡൽ നേപ്പാളിന്റെ പ്രസിഡന്റ്. ഖത്തറിന്റെ എമിർ ആരാണെന്ന് വെച്ചാൽ, ഖത്തറിന്റെ രാജാവിനാണ് എമിർ എന്ന് പറഞ്ഞത്, ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു സുഹൃത്താണ് അദ്ദേഹം. അതാണ് ഖത്തറിൽ വധശിക്ഷ വിധിച്ച 8 ഇന്ത്യൻ പൗരന്മാരെ ഇപ്പൊ മോചിപ്പിച്ചത്. ഷെയ്ഖ് തമീം ബിൻ
ഹമദ് തമീൻ അല്ല തമീമാണ്, തമീം ബിൻ ഹമദ് അൽ താനി ഖത്തറിന്റെ എമിർ. രാംചന്ദ്ര പൗഡൽ നേപ്പാളിന്റെ പ്രസിഡന്റ്, നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയല്ല, നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് അവിടെ പവർഫുൾ, ഇന്ത്യയെ പോലെ തന്നെയാണ്. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ പുഷ്പ കമൽ ദഹൽ ആണ്, പുഷ്പ കമൽ ദഹൽ, പ്രചണ്ഡ് എന്ന് വിളിക്കും, പുഷ്പ കമൽ ദഹൽ. റാനിൽ ബാറ്റ്സ് ഫോർ ഗ്ലോബൽ സൗത്ത് ഡ്യൂറിംഗ് ഇറാൻ പ്രസിഡന്റ്സ് വിസിറ്റ്. ഇറാന്റെ പ്രസിഡന്റ് ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇബ്രാഹിം റൈസി. ഇപ്പൊ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പം ശ്രീലങ്കയിലേക്ക് പോയേക്കാണ്. ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ പ്രശ്നമായപ്പം ഇറാന്റെ പ്രസിഡന്റ് ഇപ്പൊ ലോകത്തിലെ പല രാജ്യങ്ങളിലെ സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടി ഇപ്പൊ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യാണ്. അപ്പൊ ഇതില് ശ്രീലങ്കയുടെ പ്രസിഡന്റാണ് റാനിൽ വിക്രമസിംഗെ, നിങ്ങൾക്ക് അറിയാം. ഇറാന്റെ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം റൈസി. ഗ്ലോബൽ സൗത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഡെവലപ്പിംഗ് കൺട്രീസിനാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. ഗ്ലോബൽ സൗത്തിന്റെ ലീഡർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യയാണ്. അപ്പം മുമ്പ് അതിന് ചൈനയായിരുന്നു. ഇപ്പം ചൈനയ്ക്ക് ആ ഒരു പൊസിഷൻ, ചൈന ഇപ്പം ഗ്ലോബൽ സൗത്ത് എന്ന് പറയാൻ പറ്റൂല, ചൈന ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ്. പിന്നെ അർജന്റീന സീക്സ് അറസ്റ്റ് ഓഫ് ഇറാൻ മിനിസ്റ്റർ ഓവർ 94 ബ്ലാസ്റ്റ്. അത് അർജന്റീനയിൽ പണ്ട് നടന്നൊരു ബ്ലാസ്റ്റിന്റെ പേരിൽ ഇറാന്റെ ഒരു മിനിസ്റ്റർ അവര് ഇന്റർപോൾ മുഖേന അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലിയോൺ ആണ്, ഫ്രാൻസിലെ ലിയോൺ ആണ്. ലിയോൺ സ്പെല്ലിംഗ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ലിയോൺ ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷന്റെ. അർജന്റീനയുടെ പ്രസിഡന്റിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, ജാവിയർ മിലേയി ആണ്. ജാവിയർ, JAVIER, ജാവിയർ മിലേയി, അർജന്റീനയുടെ പ്രസിഡന്റ്. അർജന്റീനയുടെ ക്യാപിറ്റൽ ബ്യൂണസ് അയേഴ്സ്, അർജന്റീനയുടെ കറൻസി പെസോ. പിന്നെ ഇവിടെ സ്പോർട്സിലൊന്നും പറയാനൊന്നുമില്ല. ICC മെൻസ് T20 വേൾഡ് കപ്പിന്റെ ഇപ്പൊ T20 വേൾഡ് കപ്പ് ജൂൺ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട്, USA-യിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാമാണ്. അതിന്റെ അംബാസിഡർ ആയിട്ട് ഉസൈൻ ബോൾട്ടിനെ സെലക്ട് ചെയ്തു. ഉസൈൻ ബോൾട്ട് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല, വേൾഡിലെ 100 മീറ്റേഴ്സിലെ വേൾഡ് റെക്കോർഡ് ഹോൾഡറും ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് മാനും ഒക്കെ ആയിരുന്നു ഒരു സമയത്ത്. അദ്ദേഹം ഇപ്പൊ റിട്ടയർ ചെയ്തു. അപ്പൊ അത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇനി അതിനടുത്ത ന്യൂസ് പേപ്പർ ഒരെണ്ണം കൂടി ഡിസ്കസ് ചെയ്യണ്ട. അതില് പറയാനുള്ള ഒരു കാര്യം, ഗവൺമെന്റ് ഷുഡ് ആക്ട് ഓൺ FMCG ഫേംസ് യൂസിംഗ് മിസ്ലീഡിംഗ് ആഡ്സ്. സുപ്രീം കോർട്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. FMCG ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനികൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആഡ്സ്, അതിപ്പോ സുപ്രീം കോടതി ഗവൺമെന്റിനെ ശക്തമായിട്ട് വാൺ ചെയ്തേക്കാണ്. അത് മെയിൻലി പതഞ്ജലിയുടെ കേസ് വന്നപ്പോഴാണ് ഒരു വിഷയം വന്നത്. അവർ മിസ്ലീഡിംഗ് ആഡ്സ് ഇറക്കി എന്നും പറഞ്ഞ് ഇപ്പൊ അവരെ കൊണ്ട് മാപ്പൊക്കെ പറയുകയാണ്. At this village near Jawar Airport, few takers for long. ഈ ജവാർ എയർപോർട്ട് എവിടെയാണെന്ന് അറിയാൻ, നോയിഡയിലാണ്. ജവാർ, JEWAR ആണ്. അത് നോയിഡ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഈ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജവാർ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്താണ് അത് വരുന്നത്. പിന്നെ ഈ പേജിൽ ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഉള്ള 2 എഡിറ്റോറിയൽസ് ഉണ്ട്. 2 എഡിറ്റോറിയൽ നമുക്ക് ആവശ്യമുള്ളതാണ്. പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ഒന്നും അല്ല, 2 എഡിറ്റോറിയൽ. ഫസ്റ്റ് എഡിറ്റോറിയൽ ഇൻഷുറിംഗ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇതെന്താണ് നമുക്ക് നോക്കാം. IRDAI ഇന്ത്യയുടെ ഇൻഷുറൻസിന്റെ റെഗുലേറ്റർ ആണ്. ബാങ്കുകൾ റെഗുലേറ്റ് ചെയ്യുന്ന RBI പോലെ ഇൻഷുറൻസിന്റെ റെഗുലേറ്റർ ആണ് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്. അതും പഠിച്ചു വെച്ചേക്കണം. ഈ IRDAI ഇപ്പോ ഒരു വളരെ നല്ലൊരു തീരുമാനം എടുത്തു. എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസിന് ഏജ് ബാർ ഉണ്ടായിരുന്നു. അതായത് 65 കഴിഞ്ഞ ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റൂലായിരുന്നു. ഒരു കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല 65 വയസ്സ് കഴിഞ്ഞാൽ. പക്ഷെ ആ ഏജ് ബാർ അവരെടുത്ത് കളഞ്ഞു. കാര്യം അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല എന്നൊരു നിയമം വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഈ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ നോക്കിയാൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഇന്ത്യൻ മൊത്തം പോപ്പുലേഷന്റെ പെർസെന്റേജ് വൈസ് നോക്കുമ്പോൾ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പല ഡെവലപ്ഡ് നേഷൻസിൽ ഏതാണ്ട് അവരുടെ പോപ്പുലേഷന്റെ 30%, 25% to 30% ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇന്ത്യയിലും അത് ഗ്രാജുവലി അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ ഹെൽത്ത് കൺസേൺസ് ഭയങ്കര വലുതാണ്. അവരുടെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് മിഡിൽ ക്ലാസ് ഉണ്ട്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആക്സസിബിലിറ്റി കാര്യങ്ങളൊക്കെ വലിയ വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ഇവരുടെ പ്രൊപ്പോർഷൻ ഇന്ത്യൻ പോപ്പുലേഷന് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് അവർക്കും ഈ പറഞ്ഞ ഒരിക്കലും അതിലൊരു ഏജ് ലിമിറ്റ് വെക്കാൻ പാടില്ല. ഈ 65 വയസ്സുള്ള ഏജ് ലിമിറ്റ് എടുത്ത് കളയണമെന്ന് IRDAI തീരുമാനിച്ചു. അപ്പൊ ഇനി തൊട്ട് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ആർക്കും
ഇത് വാങ്ങാം. എന്ത് വാങ്ങാം? ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്ട്സ് വാങ്ങാം. അപ്പോൾ റെസ്ട്രിക്ഷൻ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇതിൽ ഇവർ പറഞ്ഞേക്കെന്ന് വെച്ചാൽ US പോലുള്ള രാജ്യങ്ങളുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. US-ലൊക്കെ US-ലെ മൊത്തം പോപ്പുലേഷന്റെ ഏതാണ്ട് അത്ര വരും. 2050 ഒക്കെ ആകുമ്പോൾ ഇന്ത്യയിലെ 60+ ഗ്രൂപ്പിലുള്ള ഏജ്, അതായത് സീനിയർ സിറ്റിസൺസിന്റെ എണ്ണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇനിയുള്ള കുറച്ചു കാലം ഇന്ത്യക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ യൂത്ത് എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ പോപ്പുലേഷനിൽ ഭയങ്കര കൂടിയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അതുകൊണ്ട് കുറെ അഡ്വാൻറ്റേജസ് കിട്ടും. ഇപ്പൊ അതിന്റെ കാലഘട്ടമാണ് ഇന്ത്യക്ക്. ഇപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുത്തേക്കാണ് 25 ഇയേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏജ് ഗ്രൂപ്പിന്റെ താഴെയുള്ള ആൾക്കാർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പൊ അത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ലേബർ ഫോഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് ലോകത്തിന് അത് അവരെ സപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യക്ക് അത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അടുത്തൊരു 10-20 വർഷം കൊണ്ടത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളണം. അല്ലെങ്കിൽ ഇന്ത്യക്ക് അതുകൊണ്ട് ഭയങ്കര നഷ്ടം ഉണ്ടാവും. എന്തായാലും ഈ 65 വയസ്സിനുള്ള മുകളിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ അവർക്ക് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്യണമെന്നും കൂടെ IRDA ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനികളോട് ആവശ്യപ്പെട്ടേക്കാണ്. അപ്പം അതെല്ലാം ഈ പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ 65 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഭയങ്കരമായിട്ട് ഇനി റേറ്റ് കൂടുക. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതങ്ങനെയാണ്. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മളുടെ ഇൻഷുറൻസിന്റെ പ്രീമിയം ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് ഈ പിന്നെ സീനിയർ സിറ്റിസൺസിന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ, മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇറക്കാൻ IRDA ശ്രമിക്കുക. അതിനുവേണ്ടിയിട്ട് കമ്പനീസിനെ ഡയറക്റ്റ് ചെയ്യുക. പ്ലസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിലൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുകയും കൂടി ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ IRDAയുടെ ഈ ഡയറക്റ്റീവിന്റെ ഒരു ഗുണവും ഉണ്ടാവത്തില്ല എന്നും കൂടിയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ എക്സസീവ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് എളുപ്പത്തിൽ പറയാവുന്നതേ ഉള്ളൂ. വേറൊന്നുമില്ല. നമ്മൾ ഇലക്ഷൻ സമയത്ത് ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ അവരുടെ നിബന്ധന പ്രകാരം പല സ്ഥലങ്ങളിലും 144 പ്രഖ്യാപിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 144 ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മള് ഇന്ത്യൻ പീനൽ കോഡിലെ CRPCയുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 144 ഇംപ്ലിമെന്റ് ചെയ്ത് 144 പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടില്ല. പിന്നെ പ്രൊഹിബിറ്ററി ഓർഡറാണ്. പിന്നെ എങ്ങും കൂട്ടം കൂടാനോ ഒന്നും പറ്റൂല. മാക്സിമം 3 പേരൊക്കെ ഒരുമിച്ച് നിൽക്കാനൊക്കെ പറ്റൂ. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം പിന്നെ പബ്ലിക് ഗാദറിംഗ് ഒന്നും നടത്താൻ പറ്റൂല. അപ്പൊ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ 2-3 പേര് അപ്രോച്ച് ചെയ്തു. അരുണ റോയ് എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ടിവിസ്റ്റ് ഒക്കെ. അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ബാൻ ഈ ആർട്ടിക്കിൾ 144ന്റെ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, അവർക്ക് കുറച്ച് ഗാദറിങ്സിനെയൊക്കെ കൂട്ടി ഈ നമ്മളുടെ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇലക്ഷനിലെ കാൻഡിഡേറ്റ്സിനെ കുറിച്ച്, ഇലക്ഷനിൽ പിന്നെ എങ്ങനെയാണ് അവർ വോട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച്, ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ആൾക്കാരെ, ഗ്രാമീണരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ യോഗങ്ങൾ വിളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള യോഗങ്ങൾ പോലും നടത്താൻ പറ്റുന്നില്ല. അപ്പം അത് തീർത്തും തെറ്റാണ്. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇലക്ഷന്റെ വെരി പർപ്പസിനെ പോലും ഫെയിലാക്കുന്ന രീതിയിൽ, പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പറഞ്ഞ ബ്ലാങ്കറ്റ് ആയിട്ട് 144 എന്നൊരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തത്. അപ്പൊ സുപ്രീം കോടതി പറയുന്നത് അത് ശരിയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ബ്ലാങ്കറ്റ് ബാൻ ഒരിക്കലും ഏർപ്പെടുത്താൻ പാടില്ല. എത്രയും പെട്ടെന്ന് 3 ദിവസത്തിനകം കൊണ്ട് ഇതിൽ അഭിപ്രായം പറയാനാണ് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. പിന്നെ ഇതിൽ ഈ ആർട്ടിക്കിൾസിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് എ ലെസ് പൂർ ആൻഡ് മോർ ഈക്വൽ കൺട്രി. പിന്നെ ഗുഗേഷ്, നമ്മളെ വേൾഡ് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിലെ വിന്നർ ഗുഗേഷിനെ കുറിച്ചുള്ള ആർട്ടിക്കിളും കാണാം. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ആൻ ഓവർവ്യൂ ഓഫ് ദ PMAYU സ്കീം എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളാണ്. ഈ PMAY എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. PMAY എന്താണ്? പ്രധാനമന്ത്രി ആവാസ് യോജന. അതിന്റെ അർബൻ ആയിട്ടുള്ള വെർഷനും ഉണ്ട്, റൂറൽ വെർഷനും ഉണ്ട്. അതായത് PMAY 6 ഉണ്ട്, അതായത് റൂറൽ. അത് ഗ്രാമീണ മേഖലയിൽ വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് PMAY റൂറൽ അല്ലെങ്കിൽ R എന്ന് പറയുന്നത്. PMAY അർബൻ എന്ന് പറയുന്നത് നഗരമേഖലയിൽ, സിറ്റി മേഖലയിൽ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്കീമാണ്. ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള സ്കീം എന്ന് പറയുമ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഫണ്ട് ചെയ്യത്തൊന്നുമില്ല. ഒരു പോർഷൻ മാത്രമേ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുള്ളൂ. ഇത് 2015 ഈ സ്കീം വരുന്നത്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന സംഭവം. അത് പഠിച്ചു വെച്ചേക്കുക. 2022 ഇന്ത്യയിൽ എല്ലാവർക്കും വീട് എന്നുള്ള ലക്ഷ്യമായിരുന്നു എന്റെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷെ നടന്നില്ല. അതപ്പോ അവർ 2024
ഡിസംബർ 31 എന്നൊരു ഇതാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. പക്ഷെ ഈ വർഷം ഡിസംബർ 31 അപ്പം 2024 ഡിസംബർ 31. അപ്പൊ അത് ഈ വർഷം അത് കംപ്ലീറ്റ് ആവാൻ സാധ്യതയില്ല. അപ്പൊ അതിലെവിടെയൊക്കെയാണ് ഫെയിലുവർ വന്നേക്കുന്നത്, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാത്തത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അനാലിസിസ് ആണ്. ഇതിന്റെ അകത്ത് ഗവൺമെന്റ് ഫുൾ ഫണ്ടിങ് കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കുറെ CLSS ഒക്കെയാണ് ഉള്ളത്. CLSS എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്ന് പറഞ്ഞാൽ ബാങ്കുകളിൽ നമ്മളുടെ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് ലോൺ കിട്ടും. ആ ലോണിൽ തിരിച്ചടയ്ക്കുമ്പോൾ കുറെ സബ്സിഡി വരും. CLSS ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. നമ്മൾ എടുക്കുന്ന ലോൺ എത്രയാണോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സബ്സിഡി വരുന്നത്. അപ്പൊ ആ സബ്സിഡിക്കാണ് നമുക്ക് ഇത് കിട്ടുന്നത്, അല്ല ഫുൾ ഫണ്ടൊന്നും ഗവൺമെന്റ് തരത്തില്ല. അപ്പോ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ ഹൗ ഈസ് ഇന്ത്യ പ്ലാനിങ് ടു ഹോസ്റ്റ് ബൂസ്റ്റ് EV പ്രൊഡക്ഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് ഇന്ത്യയിൽ EV ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ടെസ്ലയൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ വരാൻ പോണത്. അതുപോലെ ജാഗ്വാർ ലാൻഡ് റോവർ, ടാറ്റയുടെ JLR ജാഗ്വാർ ലാൻഡ് റോവർ, അവരും ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയാ. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ കാറ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ, അതായത് 29 ലക്ഷം രൂപയിൽ താഴെയുള്ള കാറുകൾ ഇമ്പോർട്ട് ചെയ്യാൻ, 29 ലക്ഷം രൂപ താഴെയുള്ള ഇലക്ട്രിക് കാറുകൾ ഇമ്പോർട്ട് ചെയ്യാൻ, അതായത് $30,000 പറയുമ്പോൾ ഇപ്പൊ 70% തൊട്ട് 100% വരെയാണ് താരിഫ് എന്ന് പറയുന്നത്, ഇമ്പോർട്ട് ഡ്യൂട്ടി. അത് പക്ഷേ 15% ഗവൺമെന്റ് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അതായത് കാർ ഇറക്കുമതി ചെയ്ത്, ഇപ്പൊ ടെസ്ലയുടെ കാറിന് ഇറക്കുമതി ചെയ്തവർക്ക് വിൽക്കാം ഇന്ത്യയില്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത 3 വർഷത്തിനകം ഇന്ത്യയിൽ അവർ മാനുഫാക്ചറിങ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. $30,000 അല്ലെങ്കിൽ 29 ലക്ഷം രൂപയിൽ താഴെയുള്ള ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ മുമ്പ് 100% വരെ ടാക്സ്. അതായത് ഇപ്പൊ 29 ലക്ഷമാണ് കാറിന്റെ വില, ഇന്ത്യയിൽ 58 ലക്ഷം രൂപയാവും. കാര്യം 100% ടാക്സ് ആണ്. പക്ഷെ അത് 15% കുറച്ചു. അപ്പൊ അവർക്ക് ടെസ്ലയ്ക്കും JLR ജഗ്വാർ ലാൻഡ് റോവറിന്റെ ഒക്കെ പ്ലാന്റുകളൊക്കെ ബ്രിട്ടനിലും ചൈനയിലൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ട് അവർക്ക് വിൽക്കാൻ പറ്റും. ഇനി 15% കുറയ്ക്കും, അത് വലിയ ടാക്സ് ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത 3 വർഷത്തിനകം അവർ ഇന്ത്യയിൽ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിൽ പിന്നീട് മിനിമം എത്ര രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഇവിടെ പറയുന്നുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ രാവിലെ വായിച്ചതാണ്. ഇന്ത്യയിൽ മിനിമം എത്ര എമൗണ്ട് മിനിമം ഇൻവെസ്റ്റ്മെന്റ് 4,150 crore എങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ അടുത്ത 3 വർഷത്തിനകം പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത് ഇലക്ട്രിക് കാറുകളുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ബൂസ്റ്റ് ചെയ്ത് ഇന്ത്യയെ ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ്ങിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയുള്ളൊരു പോളിസിയാണ്. പിന്നെ അതിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. സയ്യദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മുസ്ലിം പ്രോഗ്രസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതുപോലെ ഫേമസ് ആണ്. ഇത് രണ്ടും ഉത്തർപ്രദേശിലാണ്. അലിഗഡും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ നൈമ ഖാത്തൂൺ എന്നൊരു പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വുമൻ വൈസ് ചാൻസലർ ഓഫ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. പിന്നെ ഇനി തൊട്ട് വിമാനയാത്രയിൽ കുട്ടികൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ ഒരു പേരുണ്ടെങ്കിലും മിനിമം ആ കുട്ടികളുടെ കൂടെ തന്നെ അവർക്ക് സീറ്റ് കൊടുക്കുന്നുവെന്ന് വിമാന കമ്പനികൾ എൻഷുർ ചെയ്യണമെന്ന് DGCA പറഞ്ഞേക്കാണ്. അതൊരു ഡിസിഷനാണ് DGCAയുടെ. അതായത് ഇപ്പം ഞാനിപ്പോ 2 കുട്ടികൾ, എൻ്റെ ഒരു മോനെ അങ്ങനെ കൊണ്ട് ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴേക്കും ഇങ്ങനെ സംഭവിക്കാനായിട്ട് കുട്ടി ഒരിടത്തും നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിപ്പോവും. അങ്ങനെയല്ല, ഇപ്പൊ 2 കമ്പനിയും പേരന്റ് ഉണ്ടെങ്കിൽ മിനിമം ഒരു പേരന്റിനെങ്കിലും ഈ കുട്ടിയുടെ അടുത്തിരിക്കാനുള്ള രീതിയിൽ സീറ്റ് അറേഞ്ച്മെന്റ് കൊടുക്കണമെന്നാണ് DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർലൈൻ കമ്പനികളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഒന്നുമില്ല, അതൊക്കെ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇൻഫ്ലേഷനെ കുറിച്ചൊക്കെയാണ് അടുത്ത പേജിലുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ മൂലം ഉണ്ടാകുന്ന നമ്മളുടെ സാധനങ്ങളിലുണ്ടാകുന്ന വിലക്കയറ്റം, അത് പോലുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ ഈ ഹീറ്റ്, നമ്മളുടെ ടെമ്പറേച്ചർ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കൂടുന്നു, ഹീറ്റ് വേവ് ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൃഷിയെ നശിപ്പിക്കും. അതൊക്കെ ഇൻഫ്ലേഷന് കാരണമാവും. അതൊക്കെയാണ്.
പിന്നെ PMI എന്താണെന്ന് അറിയിക്കുക, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെയും സർവീസ് സെക്ടറിന്റെയും ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവമാണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നബാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡ് അത് ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അഗ്രികൾച്ചറിന്റെയും റൂറൽ ഡെവലപ്മെന്റിന്റെയും ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നബാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഇന്റർനാഷണൽ പേജിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാ ദിവസവും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. കിം ജോങ് ഉൻ, നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിന്റെ പേരൊക്കെ എവിടെയുണ്ട്, കിം ജോങ് ഉൻ. പിന്നെ എന്താണ്, പിന്നെ ഈ പേജ് IPL ആണ് എല്ലാ ദിവസത്തെയും പോലെ. പിന്നെ അതിനടുത്ത പേജിൽ ഗുഗേഷിനെ കുറിച്ചൊക്കെ തന്നെയാണ് വീണ്ടും ഉള്ളത്. പിന്നെ ഇന്റർ മിലാൻ സിരി എ വിൻ ചെയ്തെന്നൊരു ന്യൂസ് ഉണ്ട്. സിരി എ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ ഫുട്ബോൾ ലീഗാണ്. ലോക പ്രശസ്തമായ 4-5 ഫുട്ബോൾ ലീഗുകളിൽ ഒരെണ്ണം സിരി ആണ് ഇറ്റലിയുടെ. അത് വിൻ ചെയ്ത് ഇന്റർ മിലാൻ എന്ന് പറഞ്ഞ അവിടുത്തെ ക്ലബ്ബാണ്. AC മിലാൻ എന്ന് പറഞ്ഞ വേറൊരു ക്ലബ്ബും മിലാൻ കേന്ദ്രീകരിച്ച് അവിടെ ഉണ്ട്. ഇന്റർ മിലാനാണ് ഇപ്രാവശ്യം വിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ന്യൂസ് പേപ്പറുകളിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നടന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ തീർന്നു.